യു.എസ്. ഭരണകൂടം H-1B വിസ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചത് വിദേശ രാജ്യങ്ങളിലെ സ്കിൽഡ് പ്രൊഫഷണലുകളെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. ഈ സാഹചര്യത്തിൽ പല കമ്പനികളും ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ മടിക്കും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള IT പ്രൊഫഷണൽസിനെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന് വ്യക്തമാണ്. ഇതിനിടെ H-1B വിസയ്ക്ക് ബദലായി L-1 വിസയെ ഉപയോഗപ്പെടുത്താൻ കമ്പനികൾ ശ്രമിക്കുമെന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. H-1B വിസയുടെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ പല കമ്പനികളും L-1 വിസയെ ആശ്രയിക്കുന്നുവെന്ന് ഗ്ലോബൽ നോർത്ത് ഇന്ത്യ സ്ഥാപകനും സിഇഒയുമായ രജനീഷ് പഥകിനെ ഉദ്ധരിച്ച് ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. H-1B വിസ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചത് കമ്പനികളെ L-1 വിസയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് സിംഗാനിയ ആൻഡ് കോയിലെ മാനേജിംഗ് പാർട്ണർ രോഹിത് ജെയിൻ അഭിപ്രായപ്പെട്ടു. അതേസമയം L-1 വിസയ്ക്ക് അപേക്ഷിക്കുന്ന ജീവനക്കാരൻ 1 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥയുള്ളതിനാൽ പുതിയ നിയമനങ്ങൾ നടത്തുന്നതിന് തടസ്സം നേരിട്ടേക്കും. H-1B ഫീസ് കൂട്ടുമ്പോൾ L-1 വിസയും ലക്ഷ്യമിടാറുണ്ടെന്നും ഇരു വിസകളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഗ്ലോബൽ IT ഔട്ട്സോഴ്സിംഗ് കമ്പനികളാണെന്നും എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് മാർക്കറ്റ് പ്ലേസ് ആയ ഗ്യാൻഡന്റെ സിഇഒ അങ്കിത് മെഹ്റ ചൂണ്ടിക്കാട്ടി. L-1 വിസയുടെ സൂക്ഷ്മ പരിശോധനകൾ കർശനമാണ്. കൂടുതൽ കമ്പനികൾ H-1B ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് L-1 വിസയിലേക്ക് മാറിയാൽ US അതോറിറ്റികൾ കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്താൻ സാധ്യതയുണ്ട്. കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. നിരസിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് L-1 വിസ എന്ന് നോക്കാം. യുഎസിന്റെ കുടിയേറ്റേതര വിസയാണ് L-1 വിസ. ഇതുപയോഗിച്ച് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ ജീവനക്കാരെ യുഎസിലേക്ക് താൽക്കാലികമായി മാറ്റാൻ സാധിക്കും. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രൊജക്റ്റുകൾക്ക് മേൽനോട്ടം വഹിക്കാനും ജീവനക്കാർക്ക് അധിക വൈദഗ്ധ്യം നൽകാനും ഇത് സഹായിക്കും. L-1A, L-1B എന്നിങ്ങനെ 2 തരത്തിലാണ് L-1 വിസയുള്ളത്. L-1A വിസ മാനേജർമാർക്കും എക്സിക്യൂട്ടീവുമാർക്കും ഉള്ളതാണ്. L-1B വിസ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ പ്രത്യേക അറിവുള്ള ജീവനക്കാർക്ക് ഉള്ളതാണ്. L-1 വിസയ്ക്ക് അപേക്ഷിക്കുന്ന ജീവനക്കാരനും സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയും ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപേക്ഷകൻ ഒരു യോഗ്യതയുള്ള ബഹുരാഷ്ട്ര കമ്പനിയിലെ ജീവനക്കാരനായിരിക്കണം. L-1A വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ മാനേജറിയൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തരത്തിലുള്ള ജോലി ചെയ്യുന്നതിന് യുഎസിലേക്ക് വരണം. L-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രത്യേക അറിവുണ്ടായിരിക്കണം. വിസ അപേക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 വർഷത്തിനുള്ളിൽ 1 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിരിക്കണം. കൂടാതെ US തൊഴിലുടമയ്ക്ക് വിദേശ കമ്പനിയുമായി ബന്ധമുണ്ടായിരിക്കണം. യുഎസിൽ ബിസിനസ് നടത്തുകയും ജീവനക്കാരൻ ജോലി ചെയ്യുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. L-1 വിസയ്ക്ക് പുറമെ അസാധാരണ കഴിവുകളുള്ള വ്യക്തികൾക്കുള്ള O-1 വിസ കേന്ദ്രീകരിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. H-1B പ്രോഗ്രാം വഴി പോകാതെ യുഎസിൽ ജോലി തുടരാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് O-1 വിസ. അതത് മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചലച്ചിത്രത്തിലോ TV വ്യവസായത്തിലോ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അംഗീകാരം നേടുകയും ചെയ്ത വ്യക്തികൾക്കുള്ളതാണ് O-1 വിസ. ശാസ്ത്രം, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ കായികം എന്നിവയിൽ അസാധാരണ കഴിവുള്ള വ്യക്തികൾക്കായി O-1A വിസയും കലയിലോ അല്ലെങ്കിൽ സിനിമയിലോ TV വ്യവസായത്തിലോ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് O-1B വിസയുമുണ്ട്.